ഹേ എവ്രിവൺ, ഇന്നൊരു ഫൺ സെഷനാണ്. കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതായിരുന്നു. ബട്ട് ഐ തോട്ട് അബൌട്ട് ഡൂയിങ് ദിസ് ഫൺ സെഷൻ. കുറച്ച് AI ജനറേറ്റഡ് ആയിട്ടുള്ള പിൻസ്, ഇൻട്രസ്റ്റ് ഉള്ള പിൻസിനെയാണ് നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. പിന്നുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കിപ്പ് ഇറ്റ്. ആദ്യത്തെ പിൻ പോരട്ടെ. ഓക്കെ, ഇത് ഒരു ക്രോഷ്യ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് പിന്നായിട്ടായിരിക്കും നമുക്ക് ആദ്യം തോന്നണേ. ഹൗ ടു മേക്ക് ഈസി ക്രോഷ്യ എന്നാണ്. എനിക്കത് മനസ്സിലായില്ല എന്തൊരു ഉദ്ദേശിച്ചത്. ഈസി ക്രോഷ്യ എന്ന് പറയുന്നത് ക്രോഷ്യ ഒരു ടെക്നിക്കാന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എന്താണ് ഈസി ക്രോഷ്യ? ഈസി ക്രോഷ്യ ട്യൂട്ടോറിയൽ ഫൈൻ. ഈസി ക്രോഷ്യ എനിക്കിത് കണ്ടിട്ട് തോന്നുന്നു ഒരു സ്വാച്ച് ആയിരിക്കും ഒരു ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾസോ ഫൈൻ. ഹൗ ടു മേക്ക് ഈസി ക്രോഷ്യ, ദാറ്റ്സ് നോട്ട് ഫൈൻ. ഓക്കെ, ടൈറ്റിൽ തന്നെ ശരിയില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ മൊത്തം വായിക്കുന്നതിൻ്റെ ആവശ്യമില്ല. എന്നാലും ആദ്യത്തെ പിന്നല്ലേ, നമുക്കൊന്ന് പരിഗണിച്ചേക്കാം. സ്റ്റെപ്പ് 1, മേക്ക് എ സ്ലിപ്പ് നോട്ട്. ആഹാ, സ്ലിപ്പ് നോട്ട് എങ്ങനെ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക രീതിയാണല്ലോ അല്ലേ? ഇങ്ങനെ ഒരു രീതിയിൽ സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ ആദ്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്. എന്തി കാണിക്കണേ? ഇതൊരു മാജിക് റിങ്ങിൻ്റെ സ്ലിപ്പ് നോട്ടാണോ ഉദ്ദേശിക്കുന്നത്? ഇതെന്ത് ഹുക്ക് ഇങ്ങനെ? എൻ്റെ കയ്യിലുള്ള എല്ലാ ഹുക്കിനും ഹെഡ് ഉണ്ട്, ഇതിലുള്ളതിന് ഹെഡില്ല. ബേബി അവർ മറച്ചു പിടിച്ചതായിരിക്കും കേട്ടോ. അതായത് ഹുക്കിൻ്റെ എൻഡ് ഭാഗമായിരിക്കും ഇവർ വെച്ചിട്ടുണ്ടാവണേ. അപ്പോൾ ഐ തിങ്ക്, പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇതിങ്ങനെ ഈ ഹുക്കിൻ്റെ എൻഡ് വെച്ചിട്ടാണ് ഈ വലിച്ചെടുക്കാൻ നോക്കണേ. അത് കൊളത്താൻ എന്തെങ്കിലും വേണ്ടേ? കൊളത്താൻ ഉണ്ടായാലല്ലേ നമുക്ക് കൊളത്താൻ പറ്റുള്ളൂ. കൊളത്തി വലിക്കണ്ടേ? ഓക്കെ, സ്റ്റെപ്പ് 2 is about learn basic stitches. Whatever. Step 3 crocheting. Step 3 റിപ്പീറ്റിംഗ് ആണ്. സ്റ്റെപ്പ് ക്രോഷ്യേയിങ്. തുടങ്ങിയ കളറല്ല രണ്ടാമത്തെ സ്റ്റെപ്പ് 3യിലുള്ള കളർ. ഏയുടെ ഓരോരോ കാര്യങ്ങളെ. ബിഗിനർ ഫ്രണ്ട്ലി പിൻ നൗ സേവ് ലെറ്റർ. എൻ്റെ പൊന്നോ ഇല്ല, നോ പിൻ നൗ. ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും ഇത് ഞാൻ പിൻ ചെയ്യുന്നത്, അല്ലാതെ നോ. കാണാൻ ഭംഗിയൊക്കെ ഉണ്ട് ഒരു പ്രസൻറ്റേഷൻ. ജനറേറ്റ് ചെയ്തിട്ടുള്ള ഇമേജ് മൊത്തത്തിൽ പൊട്ടത്തിട്ടാണ്. കാരണം ഹുക്കിൻ്റെ എൻഡ് കൊണ്ടിട്ടാണ് അത് വലിക്കാനുള്ളത് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈസി ക്രോഷ്യ ഉണ്ടാക്കുന്നതെന്ന് അറിയണോ? സ്ലിപ്പ് നോട്ട് ഇടുക, ബേസിക് സ്റ്റിച്ചസ് പഠിക്കുക, ക്രോഷ്യ ചെയ്യുക, സ്റ്റാർട്ട് ക്രോഷ്യേയിങ്. സിമ്പിൾ. ഇതെങ്ങനെയാണ് ബിഗിനർ ഫ്രണ്ട്ലി ആകുന്നത്? ഒരു ബിഗിനർ ഇത് വായിക്കല്ലേ, പ്രാന്ത് പിടിക്കട്ടെ ഈ സംഭവം വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഭംഗി മാത്രമേ ഉള്ളൂ, അകം പൊള്ളയാണ് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അടുത്തത് പോരട്ടെ. ഇനി ക്രോഷ്യ എസെൻഷ്യൽസ് ഫോർ ബിഗിനേഴ്സ് ആണ്. നമ്മൾ ഏതൊരു ബിഗിനറിൻ്റെ പക്കലും ഉണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അവർ പറയുന്നത്. 4 യാൺസ് ഒരു ബാസ്ക്കറ്റിൽ വെച്ചിരിക്കുന്നതാണ്. യാൺ മീഡിയം വെയിറ്റ് ആണ് അവർ പറയുന്നത്. ദെൻ ക്രോഷ്യ ഹുക്ക്. ക്രോഷ്യ ഹുക്ക് ഇമേജിൻ്റെ ക്ലാരിറ്റി കുറവാണോ എന്നറിയില്ല, പക്ഷെ ഏകദേശം അത് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് സിസർ. ഓക്കെ, സിസർ കറക്റ്റായിട്ടാണ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. എന്തത് ടാപ്പസ്ട്രി നീഡിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റിച്ച് കൗണ്ടർ ഉണ്ടല്ലോ, അതിനെ ടാപ്പസ്ട്രി നീഡിൽ എന്ന് പറഞ്ഞിട്ട് വെച്ച് കൊണ്ടുവന്നിട്ട് ടാപ്പസ്ട്രി നീഡിൽ എന്ന് പറഞ്ഞിട്ട് അടുത്ത ആരോ പോകുന്നു. എവിടേക്ക്? മെഷറിങ് ടേപ്പിലേക്കാന്ന് തോന്നുന്നു. അതിന് മനസ്സിലാക്കാനൊരു ഇതില്ല. അതായത് ഇതിനെന്നെ അറിയില്ല എന്താണ് ഇതെന്നുള്ളതല്ലേ. സ്റ്റിച്ച് കൗണ്ടർ, അതായത് റോ കൗണ്ടർ, ടാപ്പസ്ട്രി നീഡിൽ, പിന്നെ സ്റ്റിച്ച് മാർക്കർ കറക്റ്റാണ്. എന്തിനാണ് ഈ ബാസ്ക്കറ്റിൽ കുറച്ച് ക്രോഷ്യ സ്വാച്ചസ് ഇട്ട് വെച്ചിരിക്കുന്നത്? അതും ഇതിൻ്റെ എസെൻഷ്യൽ ഭാഗമാണോ? ഹൂ നോസ്. അതിൻ്റെ ഇടയിൽ കൂടെ 1-2 മിനുക്ക് പണികൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ ക്രോഷ്യ പ്രോജക്ട്സ് വെച്ചിട്ടുണ്ട്. ദെൻ ഹാപ്പി ക്രോഷ്യ. ഹാപ്പി ക്രോഷ്യ ഒരാളെ ഒരു നിമിഷത്തേക്ക് ഒന്ന് കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു പിന്നാണത് കേട്ടോ. അപ്പോൾ റോ കൗണ്ടർ അറിയാത്ത ഒരാളാണെങ്കിൽ ആള് നോക്കുമ്പോൾ ഇതെന്ത് പ്രത്യേക തരത്തിലുള്ളൊരു മെഷറിംഗ് ടേപ്പ് പോലെ ഇരിക്കുന്ന റോ കൗണ്ടർ ഉണ്ട് എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പുറത്ത് കിടക്കുന്ന സ്റ്റിച്ച് മാർക്കറും ഇപ്പുറത്ത് കിടക്കുന്ന സ്റ്റിച്ച് മാർക്കറും ഒരുമിച്ചിട്ടിട്ട് സ്റ്റിച്ച് മാർക്കർ എന്ന് വെച്ചാൽ മതി. ഒരു വല്ലാത്തൊരു ജനറേറ്റഡ് പിന്നായിപ്പോയി. സംഭവം നല്ല എസ്തെറ്റിക്കലി ജനറേറ്റ് ആയെന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷെ തെറ്റായിട്ടുള്ള കാര്യത്തിലേക്കാണ് പല കാര്യങ്ങളും എഴുതി വെച്ചിരിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ,
ഒരു ഗ്രാനി സ്ക്വയർ ഉണ്ടാക്കണത് എങ്ങനെയാണെന്നുള്ള ഒരു പിന്ന് കണ്ടേക്കാം. ഹൗ ടു ക്രോഷേ ഗ്രാനി സ്ക്വയർ, എ സിമ്പിൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് ടു ക്രിയേറ്റിംഗ് എ ക്ലാസിക്കൽ ഗ്രാനി സ്ക്വയർ എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ സ്റ്റെപ്പ് 1, മേക്ക് എ മാജിക് റിംഗ്, അല്ലെങ്കിൽ ചെയിൻ മെത്തേഡ് എന്നും പറയുന്നുണ്ട്. ഓപ്ഷൻ എ ഈസി ആണ് കേട്ടോ. എന്താ? സ്ലിപ്പ് സ്റ്റിച്ച് ഇൻ ടു ദ ഫസ്റ്റ് ചെയിൻ ടു മേക്ക് എ റിംഗ്. ചെയിൻ 4, ഇമേജിൽ കൊടുത്തിരിക്കുന്ന ചെയിൻ 4 അല്ല, അവിടെ അങ്ങനെ ഒരു ഓറിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഓർന്ന് പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് ആരോ കൊടുക്കണതിൻ്റെ ആവശ്യമില്ല. ഓർ മേക്ക് എ മാജിക് റിംഗ്. റൗണ്ട് 2, ഇതൊരൊറ്റ നോട്ടത്തിൽ ഇതിലിപ്പോൾ എഴുതിയിരിക്കുന്ന ആ ഒരു ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് ഡീപ്പ് ഡൈവ് ഇപ്പം നമ്മൾ ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് ഓവറോൾ ഒന്ന് നോക്കുമ്പോൾ റൗണ്ട് 1 കൊടുത്തിരിക്കുന്നത് യെല്ലോ കളറാണ് സ്റ്റാർട്ട് ചെയ്തത്, ഒരു കൈൻഡ് ഓഫ് പിങ്ക് കളറാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ ഇയാളത് യെല്ലോ കളറായി. റൗണ്ട് 1 എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ റൗണ്ട് 2ൻ്റെ ഇമേജ് കൊടുത്തിരിക്കുന്നു. റൗണ്ട് 2 എന്ന് പറഞ്ഞപ്പോൾ ദാ കിടക്കണം വേറൊരു കൈൻഡ് ഓഫ് സെൻറ്ററിലുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആദ്യത്തേൽ നമുക്ക് ക്ലസ്റ്ററാണ്, ഒരു ഡബിൾ ക്രോഷേ, ഒരു 3 ഡബിൾ ക്രോഷേ, ചെയിൻ 2, 3 ഡബിൾ ക്രോഷേ, അങ്ങനെയാണ് വരുന്നത്. സ്റ്റെപ്പ് 3 റൗണ്ട് 2 അവർ കൊടുത്തിരിക്കുന്നത് അതാണ് ശരിക്കുള്ള റൗണ്ട് 2 അതാണ്. അതിൽ കൊടുത്തിരിക്കുന്നത് 2 ഡബിൾ ക്രോഷേ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സെൻറ്ററിലെ ഒരു ഭാഗം വ്യത്യാസം വന്നത് കണ്ടില്ലേ? ഇതൊന്നുമല്ല ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന സ്റ്റെപ്പ് 4 കൊടുത്തിരിക്കുന്ന ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഗ്രാനി സ്ക്വയർ കാണുന്നത്. അപ്പോൾ ഈ കളർ ചേഞ്ചിങ് ഒക്കെ എപ്പോൾ വന്നു എന്നൊന്നും കൊടുത്തിട്ടില്ല. കളർ ചേഞ്ചിങ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പറയണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത് അല്ലേ. അപ്പോൾ ജനറേറ്റ് ചെയ്തിരിക്കുക ഇത് യാതൊരു ബന്ധമില്ലാത്തൊരു കളർ കോമ്പിനേഷനാണ് നമ്മുടെ ഫൈനലിൽ കാണാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റഡ് ആയിട്ടുള്ളതിൽ. ഇതിൽ ഇൻസ്ട്രക്ഷൻസ് ഒരു പരിധി വരെ കറക്റ്റ് ആയിട്ടുള്ളതാണെന്ന് നമുക്ക് പറയാം. അത് ഞാൻ മൊത്തം അയച്ചു നോക്കണം, എന്നാലാണ് നമുക്ക് മൊത്തം അയച്ചു നോക്കുമ്പോൾ ചെയിൻ 3 ഇൻസ്ട്രക്ഷൻസ് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഇത് കാണാനും ഒരു ഭംഗിയുണ്ട്. ഇൻസ്ട്രക്ഷൻസ് ക്ലിയർ ആണ്. പക്ഷേ ഇത് കാണുമ്പോൾ ഗ്രാനി സ്ക്വയർ ഉണ്ടാക്കി നോക്കിയിട്ടുള്ള ഒരാൾക്ക് എളുപ്പമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. റെഫറൻസ് ഇമേജസ് ഇല്ലായിരുന്നെങ്കിൽ ഇത് നല്ല അത്യാവശ്യം തരക്കേടില്ലാത്തൊരു പ്രസൻറ്റേഷൻ എന്ന് പറയാം, ഒരു പിന്നെന്ന് പറയാം. ഇവിടെ ഇമേജ് വന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അനാവശ്യമായിട്ട് ഇവിടെ ഇമേജ് വെക്കുന്നതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ആ ഇമേജ് ഇൻസ്ട്രക്ഷൻ വായിച്ച് ഇമേജ് നോക്കുമ്പോൾ അങ്ങോട്ട് മാച്ച് ആവണില്ല. അപ്പോൾ വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇമേജ് കൊടുത്തിരിക്കുന്നത് ഒന്ന് മനസ്സിലാക്കി എടുക്കാനാണ്, പക്ഷേ ഒരു പിന്ന് ജനറേറ്റ് ചെയ്യുമ്പോൾ ഒരു വൃത്തി വേണം. ഒരു കളറാണെങ്കിൽ ഒരു കളർ യൂസ് ചെയ്തിട്ടുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇമേജസ് വെക്കണം. റൗണ്ട് 1 ഇമേജിൽ കൊടുത്തിരിക്കുന്നത് 3 ഡബിൾ ക്രോഷേ, ആ ഒരു ക്ലസ്റ്ററാണ്. റൗണ്ട് 2 വന്നപ്പോഴേക്കും 2 ഡബിൾ ക്രോഷേ ആണ്. അപ്പോൾ ഇമേജ് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തിട്ട് ആ ഒരു ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞ് എങ്ങനെ കിട്ടും എന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മുടെ രസകരമായിട്ടുള്ള 3ാമത്തെ പിന്നും. അതിലൊരു ഗ്രാനി സ്ക്വയർ ഫോമുല എന്നൊക്കെ പറഞ്ഞിട്ട് കോർണറിൽ എന്ത് ചെയ്യണം? 3 ഡബിൾ ക്രോഷേ, ചെയിൻ 2, 3 ഡബിൾ ക്രോഷേ, അത് കറക്റ്റാണ്. സൈഡ്സിൽ 3 ഡബിൾ ക്രോഷേ ഓൺലി എന്നുള്ളത് അവർ പറയുന്നുണ്ടെങ്കിലും സൈഡിൽ ഇവർ ചെയിൻ 2 ചെയ്യുന്നില്ല. ഇപ്പോൾ ചെയിൻ 2 ചെയ്യുന്നുണ്ടല്ലോ. ആ ഫോമുലയിൽ അതും കൂടിയും ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഓൾവേസ് വർക്ക് ഇൻ 2 സ്പേസസ് നോട്ട് സ്റ്റിച്ചസ്. ദാറ്റ്സ് വെരി കറക്റ്റ്. ഓക്കെ, അപ്പം അതൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് ഇതൊരു ഇല്ലുസ്ട്രേഷൻ കൈൻഡ് ഓഫ് ഇതാണെങ്കിലും ഇതങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ നമ്മളിത് AI ജനറേറ്റഡ് ആണോ എന്ന് വിചാരിക്കും. കാരണം അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഒരു ഇല്ലുസ്ട്രേഷൻ കൈൻഡ് ഓഫ് പ്രസൻറ്റേഷനാണ് വന്നിരിക്കുന്നത്. ആദ്യത്തെ 2 പിൻസ് നോക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ടുള്ളൊരു അല്ല, അതിൽ നിന്ന് ഒരു ശകലം വ്യത്യാസം നമുക്ക് തോന്നുന്നുണ്ട് ഈ ഒരു പ്രസൻറ്റേഷനിൽ. ഇത് AI ആണോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇങ്ങനത്തെ കുറച്ച് തെറ്റുകളൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പം ഇതിൽ കമൻറ്റ് വന്നിട്ടുണ്ട്. കമൻറ്റ് ഒന്ന് വായിച്ചു നോക്കട്ടെ. ഇതിന് വന്നതാണ് AI. എല്ലാവർക്കും മനസ്സിലായ ഒരു സംഭവം AI എന്നുള്ളത് എവിഡൻ്റ് ആണ് AI ആണെന്നുള്ളത്. പിന്നെ നമ്മുടെ ആദ്യത്തേൽ ഒരു കമൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു പിന്നിന് വന്നിട്ടുള്ളതാണ് Your AI slope bores me. Even the arrows are pointing the wrong way. Correct. Wrong counter tapestry needle. What an idea. Raw counter. AI slope എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് AI ജനറേറ്റഡ് ആയിട്ടുള്ള പിൻസ് ആയാലും കോണ്ടന്റ് ആയാലും ആൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. സോ വി നോ വിച്ച് വൺ ടു സ്കിപ്പ്. പ്രോജക്റ്റ് ഐഡിയക്ക് വേണ്ടിയിട്ട് പിൻട്രസ്റ്റിൽ കയറി നോക്കുമ്പോൾ
കുറേ ചവറ് പോലെ AI ജനറേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് ഒരു ഉപകാരമില്ല. വെറുതെ ഇങ്ങനെ ബൾക്കായിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിടാണ്. ഒരു AI സ്ലോപ്പ് എന്നാണ് അതിന് പറയുന്നത്. ഇങ്ങനെ ബൾക്കായിട്ട് ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കും മനം മടുക്കാണ് ഈ ഒരു സംഭവം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. ജനറേറ്റീവ് AI ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കണം. അത് ഈ ക്രോഷയിലൊക്കെ കൊണ്ടുവരുമ്പോൾ ഹുക്കിന് തലയുണ്ടാവില്ല, ഒരു വല്ലാത്ത തരം ഹുക്കുകളായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. AI ജനറേറ്റ് ചെയ്യുന്നൊന്ന് വായിച്ചു നോക്കാതെ അത് ഒരു ചെക്ക് നടത്താതെ ഡയറക്റ്റ്ലി കയറി അങ്ങോട്ട് പിന്നിലേക്ക് തട്ടുമ്പോഴാണ് ഈ കൈൻഡ് ഓഫ് പ്രശ്നങ്ങൾ വരുന്നത്. ഈ 3 പിൻസാണ് നമ്മളിന്ന് റിയാക്ട് ചെയ്തത്. നമുക്ക് വല്ലപ്പോഴൊക്കെ ഇതുപോലുള്ള AI റിയാക്ഷൻ ചെയ്യാം. അല്ല, ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇതുപോലുള്ള AI ഒന്ന് ചിരിക്കാലോ, അതൊക്കെ കണ്ടിട്ടൊന്ന് ചിരിക്കാലോ എന്നുള്ളതാണ്. ബട്ട് അതിൻ്റെ ഒരു സാഡ് റിയാലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളിതിലൊന്നും ഇതൊക്കെ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാം. ഇതൊക്കെ ഇങ്ങനെ നിങ്ങളങ്ങനെ ഇതിലൊക്കെ തിരഞ്ഞു പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷെയർ ചെയ്യൂ. പിൻസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിയാക്ട് ചെയ്യാം. ഇത് AI തന്നെയാണെന്നുള്ളത് നമ്മൾ കണ്ടൊരു നമ്മളത് അഡാപ്റ്റ് ആവും. AI ജനറേറ്റഡ് ചെയ്താണ്, റിയൽ ആയിട്ടുള്ള ക്രോഷേഴ്സ് ഷെയർ ചെയ്യുന്ന ടിപ്സ് ആയാലും ഓർ കോണ്ടന്റ് ആയാലും അല്ലെങ്കിൽ പിക്ചേഴ്സ് ആയാലും നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ യൂട്യൂബിൽ അടക്കൊണ്ട് AI ജനറേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളും. അപ്പോൾ പെൻസിൽ വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. അടുത്ത എപ്പിസോഡിൽ കാണാം. Bye.